മിക്ക ആളുകളുടെയും ഈ പ്രഭാതം തുടങ്ങുന്നത് ഇത്തിരി ചായയും കാപ്പിയും ഒക്കെ കുടിച്ചിട്ടായിരിക്കും അല്ലേ. ഇത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കിയാൽ പോലും നമുക്ക് അങ്ങോട്ട് മാറ്റി നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. അതേപോലെ ചില ബന്ധങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് എത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കിയാലും നമുക്കത് അങ്ങോട്ട് മാറ്റി നിർത്താനോ ഉപേക്ഷിക്കാനോ പറ്റാറില്ല. അപ്പോൾ ഇനി മുതൽ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ഉപേക്ഷിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ഉപേക്ഷിച്ചേ പറ്റൂ. അപ്പോൾ നമ്മുടെ വിഷയം അതൊന്നുമല്ല. ഇന്ന് രാവിലെ സ്കൂളൊന്നും ഇല്ലാത്ത കാരണം കുറച്ച് നേരം ഒന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്തിരി ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. ചായയുടെ അളവ് ഞാൻ കുറച്ചിട്ടുണ്ടേ. അപ്പോൾ നേരം വെളുക്കുന്നത് മുതൽ രാത്രി ആവുന്നത് വരെ നമുക്ക് നൂറുകൂട്ടം പണികളുണ്ടാവും. ഈ കുട്ടികളെ നോക്കണം, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം, ഭർത്താവിനെ നോക്കണം. ഈ ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ജോലിക്ക് പോകണം. തിരിച്ച് വന്നാൽ തന്നെ ഇതേ റൊട്ടീൻ തന്നെ. കുട്ടിയും വീടും ഭർത്താവും ഒക്കെ ആണല്ലേ. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ എനിക്ക് എൻ്റെ അമ്മേനെയാണ് കേട്ടോ ഓർമ്മ വരണേ. ഈ അമ്മമാർക്ക് കുറേ ഭാവങ്ങളുണ്ട്. ചില സമയങ്ങളിൽ ഭയങ്കര സ്നേഹമായിരിക്കും, ചില സമയങ്ങളിൽ ഭയങ്കര മൗനമായിട്ട് ഇരിക്കുന്നത് കാണാം, ചില സമയത്ത് ഭയങ്കര ദേഷ്യമായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അമ്മ ഈ സ്വഭാവങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഞാൻ വിചാരിക്കുക എൻ്റെ അമ്മയ്ക്ക് ഒരു സ്നേഹവും ഇല്ല എന്നാണ് കേട്ടോ. പക്ഷേ ആ ഒരു സ്വഭാവത്തിൻ്റെയൊക്കെ ആ ഒരു ഭാവങ്ങളുടെയൊക്കെ ഓരോ അർത്ഥങ്ങൾ മനസ്സിലാക്കുന്നത് എൻ്റെ വിവാഹശേഷമാണ്. ഞാനൊരു ഭാര്യയായപ്പോഴും ഒരു അമ്മയായപ്പോഴും ഒക്കെ എനിക്ക് ആ ഒരു വികാരങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് വീട്ടിലത്തെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറേ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം അതിൻ്റെ ഓരോരോ ഭാവങ്ങളാണ് ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് നമ്മൾ പറയാറില്ലേ. അതേപോലെ തന്നെയാണ് കേട്ടോ. കണ്ണ് കളയാൻ നിൽക്കണ്ട, ഇപ്പോഴേ തന്നെ സ്നേഹിച്ചോട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.